ഇവിടെ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും കടൽ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ എത്ര കണ്ടാലും മതി വരത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിൽക്കും, അറിയാതെ നിന്ന് പോകുന്നു കടൽ കാണുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന പർദീസയാണ് ഈ മാലിദ്വീപ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും കുറച്ച് ദൂരം നടന്നിട്ട് വേണം അടുത്ത ബോട്ട് ജെട്ടിയിലോട്ട് പോകാനുള്ളത്. അവിടെ നമുക്ക് സബ്മറൈനിൽ പോകാനായിട്ടുള്ള സ്പീഡ് ബോട്ട് ഉണ്ടാകും. വിനോദസഞ്ചാരവും മീൻപിടുത്തവുമാണ് ഇവരുടെ സമ്പദ് വ്യവസ്ഥിതിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് സബ്മറൈൻ കിടക്കുന്ന സ്ഥലത്തോട്ടാണ്. ഏകദേശം ഒരു 20-25 മിനിറ്റ് യാത്രയുണ്ട് ഇവിടെ നിന്ന് സബ്മറൈൻ കിടക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അന്തർവാഹിനി എന്ന് പറയുന്നത്. അപ്പോൾ മീനുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ മാംസം, അതായത് വലിയ മീനിൻ്റെ മാംസം കൊണ്ടുവന്ന് സൈഡിൽ കെട്ടിക്കൊടുക്കുന്നതാണ് ആ താഴെ കണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ മനസ്സിലാവും എന്തിനാണെന്നുള്ള കാര്യം. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളിതിൽ നിൽക്കുന്നത് തന്നെ. ഈ മുമ്പിൽ കാണുന്ന ഈ കുഞ്ഞു പാലത്തിൽ കൂടെ കയറി വേണം നമുക്ക് അതിനകത്തോട്ട് പോകാനുള്ളത്. അപ്പോൾ അറ്റ് എ ടൈമിൽ ഒരാളെ മാത്രമേ അകത്തോട്ട് കടത്തി വിടുകയുള്ളൂ. കാരണം വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുക്കുന്നതിനായിട്ട് ഏകദേശം ഒരു 5000 എബോ ആയിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓൺലൈനിലാണ്. അപ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ കറക്റ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ടിക്കറ്റ് കിട്ടില്ല. നമ്മളങ്ങനെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമോ അതിന് മുന്നെയോ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വെക്കണം. അപ്പോൾ ഇതിനകത്ത് 50 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അന്തർവാഹിനി എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവർ കുറച്ച് ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. Hold the orange oxygen activator tag down to activate oxygen. Insert the mouthpiece. Pull out the nose pads and affix them onto your nose so that both your nostrils are completely closed. Adjust the neck strap so that the unit rests on your chest. All safety equipments are a mandatory requirement for each passenger, so please do not remove any of these equipments unless you are instructed. ഈ ക്ലാസ്സിലൂടെയാണ് നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സബ്മറീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് കടലിൻ്റെ മുകൾ വശമാണ്. അപ്പം നമ്മൾ നേരെ അടിവശത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം 100 അടി താഴത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ എത്തിയതിന് ശേഷം കുറച്ച് നേരം ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടേക്കും. ആ സമയത്ത് നമുക്ക് ആ കണ്ണാടി വഴി നമുക്ക് പുറത്തുള്ള മീനിനെ എല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള മീനുകളെ നമുക്ക് കടലിൻ്റെ അടിയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ സബ്മരീനിലെ യാത്രയൊക്കെ കഴിഞ്ഞ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹുളുമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മാലി സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സിറ്റിയാണ് ഈ ഹുളുമാലി എന്ന് പറയുന്നത്. മോർണിംഗ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാലി എയർപോർട്ടിലോട്ടാണ്. ഈ കാണുന്നതാണ് മാലി എയർപോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.